നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 ആദ്യത്തെ അമാവാസ തിഥി വരുന്ന ദിവസം. സാധാരണ അമാവാസ ദിവസങ്ങളിൽ നമ്മൾ ഏതൊരു വഴിപാട് നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെച്ചാലും ആ പ്രാർത്ഥനകളെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറി കിട്ടുവാനും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സഫലമാകുവാനും മാത്രമല്ല, നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുവാനും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനുമായി നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു ചെറിയ കർമ്മത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ദൃഷ്ടിദോഷങ്ങൾ മാത്രമാണ്. നമ്മൾ എത്ര തന്നെ മുന്നേറുവാൻ ശ്രമിച്ചാലും എവിടെയോ നമുക്ക് തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ അസുഖങ്ങൾ ബാധിച്ചു കിടക്കുകയാണ്. മാത്രമല്ല, നമുക്ക് തരുവാനുള്ളവർ പോലും നമ്മളിലേക്ക് ആ പണം എത്തിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യമായിട്ട് അവർക്ക് പണം കടമായി കൊടുത്തു, പക്ഷെ അവർ അത് തിരികെ തരുവാൻ കൂട്ടാക്കുന്നില്ല. എന്നിങ്ങനെ പണ തടസ്സങ്ങൾ മുതൽ ആരോഗ്യ തടസ്സങ്ങൾ വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കി നമ്മുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലും പുലവാലായ്മ ഉണ്ടെങ്കിലും ഒന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ചെറിയ മാർഗം മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ കർമ്മം മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അത്ഭുത മാറ്റങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ്. ഈ കർമ്മം ചെയ്യുവാനായിട്ട് വലിയ തുകകളൊന്നും ആവശ്യമില്ല. കുറഞ്ഞത് ഒരു 10 രൂപയോ 20 രൂപയോ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ ഫലങ്ങളാണെങ്കിലോ പെട്ടെന്ന് നമ്മളിലേക്ക് വന്നു ചേരുന്നതുമായിരിക്കും. അപ്പോൾ എന്താണ് ആ കർമ്മം എന്ന് കാണാം. അതായത്, നമ്മൾ ഇന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മുടെ വീട്ടിലെ പണികളെല്ലാം തീർത്ത് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. അത് 8 മണിയാണെങ്കിലും ശരി, 9 മണിയാണെങ്കിലും ശരി. പക്ഷേ ചിലർ ചോദിക്കും, ഇന്ന് 7:21 അമാവാസ തിഥി അവസാനിക്കുകയല്ലേ, അപ്പോൾ നമുക്കിത് ചെയ്യാമോ എന്ന്. 7:21 അമാവാസ തിഥി അവസാനിച്ചാലും അതിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഇന്ന് രാത്രി 12 മണി വരെ ഉണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. ഈ താന്ത്രികത്തിന് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പഴയ മൺവിളക്കാണ് ആവശ്യം. ഇതുപോലെ വലുത് വേണം എന്നില്ല. നിങ്ങൾക്ക് ചെറിയ മൺവിളക്കുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം 7 ഗ്രാമ്പുവാണ് നമുക്ക് ആവശ്യം. നമ്മുടെ അടുക്കളയിൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ്. ഗ്രാമ്പുവിന് ആകർഷണ ശക്തി കൂടുതലാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് 2 കർപ്പൂരമാണ്. ഈ 2 കർപ്പൂരം നമ്മുടെ പൂജാമുറികളിൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും. ഈ 2 കർപ്പൂരം, അതുപോലെ തന്നെ ഈ 7 ഗ്രാമ്പു. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് വെൺകടുകാണ്. വെൺകടുക് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കിട്ടുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. പക്ഷെ നിങ്ങൾ കറുത്ത നിറത്തിലുള്ള കടുക് ഇടരുത്. ഈ വെൺകടുക് നമ്മൾ എന്തിനാണ് ഇടുന്നത് എന്നാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും തടസ്സപ്പെട്ട് കിടക്കുന്ന പണവരവ് വർദ്ധിക്കുവാനും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുവാനും സാധിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബേ ലീഫ്, അതല്ലെങ്കിൽ ബിരിയാണി ഇല, അല്ലെങ്കിൽ വഴന ഇല എന്നെല്ലാം പറയും. ആ ഒരു ഇലയും നമുക്ക് ആവശ്യമാണ്. കീറിയതാണെങ്കിലും ശരി, അല്ല നല്ല രീതിയിലുള്ളതാണെങ്കിലും നമുക്ക് അതും ഒരെണ്ണം എടുക്കാവുന്നതാണ്. ഇങ്ങനെ ബേ ലീഫ് നമുക്ക് പൊട്ടിച്ചിട്ട് അതിനകത്തിടാം. അതിന് മുകളിലായിട്ട് നമുക്കൊരു കർപ്പൂരം വെച്ച് ആ കർപ്പൂരം, അതുപോലെ തന്നെ ഈ ബേ ലീഫ് മാത്രമല്ല നമ്മൾ ഇട്ടിരിക്കുന്ന വെൺകടുക്, ഇനി ഇതിനോടൊപ്പം നമ്മൾ 7 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഈ ഗ്രാമ്പു എന്നിവയെല്ലാം ചേർത്ത് നമുക്ക് കത്തിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഏതു വിധേനയുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവർ പറയും, അവർക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് എന്നറിയില്ല, അവർ എങ്ങനെയോ പെട്ടെന്ന് ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, അവരുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കുകയാണ് എന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടിൽ സദാസമയം ഇവരുടെ കണ്ണുകൾ കാരണം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പുറത്ത് പറയുവാൻ പോലും സാധിക്കുന്നില്ല. വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം, മക്കൾ തമ്മിലുള്ള പ്രശ്നം, തൊഴിലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യുവാനായിട്ട് പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കത്തിക്കണം. കത്തിച്ചു കഴിഞ്ഞ് നമ്മുടെ പൂജാമുറി ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഇത് കാണിക്കേണ്ടതാണ്. പൂജാമുറി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാൽ നിങ്ങൾ
നിങ്ങൾക്ക് ഇത് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് പൂജാമുറി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ വീട്ടിലെ ബെഡ്റൂം, ഹാള്, അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ, കിച്ചൺ, സാധിക്കുമെങ്കിൽ ബാത്റൂമിൽ പോലും നമുക്കിത് കാണിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ മുറികളിലും നമ്മൾ ഇത് കാണിച്ച് നമ്മുടെ വീടിന് വെളിയിൽ നമുക്ക് ഇത് കൊണ്ടുവയ്ക്കാവുന്നതാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, വാതിലിന് പുറകുവശത്ത്, അതുപോലെ തന്നെ കട്ടിലിന് അടിയിൽ, മാത്രമല്ല ടേബിളുകൾ ഉണ്ടെങ്കിൽ അവിടെ, കൂടാതെ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുടെ പിറകുവശത്ത്, അതായത് അലമാരിയുടെ പിറകുവശത്ത് എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ടും ഇത് കാണിക്കേണ്ടതാണ്. ഇത് അമാവാസ തിഥികളിൽ മാത്രമാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തുടർച്ചയായി നിങ്ങൾ ഇത് കത്തിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും, അതായത് ബ്ലോക്കേജുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മെയിനായിട്ടുള്ള താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഏത് വിധത്തിലുള്ള തടസ്സങ്ങളാണെങ്കിലും, തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിലും, പണത്തിനു വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിലും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒരു തടസ്സപ്പെട്ടു കിടക്കുകയാണ്, അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ എന്നവണ്ണം എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആ വിളക്കിലെ ആ ഒരു ചാരങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചാമ്പൽ മാത്രം നമ്മൾ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. വിളക്ക് മാത്രം തിരികെ എടുത്ത് നമുക്ക് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ള ആ ചാരങ്ങളെല്ലാം കൈകൊണ്ട് തൊടാതെ തന്നെ നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലെ ഒരു പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കുന്ന ഒരു മെത്തേഡാണ്. ചിലർക്ക് തോന്നും ഇതെല്ലാം വളരെ എളുപ്പമല്ലേ എന്ന്. എളുപ്പമാണ്, പക്ഷേ ഫലം അതിലേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. സാധാരണ അമാവാസ, പൗർണമി എന്നീ ദിവസങ്ങളിൽ അതീത ശക്തിയാണുള്ളത്. ഈ അതീത ശക്തിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനായി നമ്മൾ ചെയ്യുന്ന ഓരോ താന്ത്രികങ്ങളും ഓരോ കർമ്മങ്ങളും പെട്ടെന്ന് തന്നെ ഫലം കാണുന്നതായിരിക്കും. കാരണം ഈ ദിവസങ്ങളിൽ നമ്മുടെ കുലദൈവാനുഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടദൈവാനുഗ്രഹവും നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹവും നമുക്ക് കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദൃഷ്ടിദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുവാനായി ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ, അതായത് തലയ്ക്കൊഴിക്കാതെ നമ്മൾ കുളിക്കുന്ന, മേൽ കഴുകുന്ന വെള്ളത്തിൽ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പിട്ട് അതിനെ അലിയിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ വീട്ടിലെയും ശരീരത്തിലെയും എല്ലാവിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ്. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.